സാമൂഹികമായി സക്കാത്ത് നിർവഹിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലരും തർക്കത്തില്ല. ഞാൻ ഇതെന്തിനാണ് ഇത് തർക്കിക്കുന്നത്? നേരത്തെ പലരോട് പറഞ്ഞു, നമസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നുണ്ട്, സക്കാത്ത് നോമ്പ് നിർവഹിക്കുന്നുണ്ട്, ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. ഒറ്റ കാര്യം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞേക്കാം, സക്കാത്ത് സംഘടിതമായി തന്നെ നിർവഹിക്കുന്ന ഏറ്റവും തെളിവ് നമസ്കാരം സുന്നത്ത് സംഘടിതമല്ല, നോമ്പിന്റെ സുന്നത്ത് സംഘടിതമല്ല, ഒറ്റയ്ക്ക് നിർവഹിക്കാം. ഹജ്ജിന്റെ സുന്നത്ത് സംഘടിതമല്ല, പോയി ഒറ്റയ്ക്ക് ഏത് സമയത്ത് ഉംറ ചെയ്യാം. ഫറളെല്ലാം സംഘടിതമാണ്. ഫറള് നമസ്കാരം ജമാഅത്ത് നാട്ടിൽ നടന്നില്ലെങ്കിൽ കുറ്റക്കാരാ. സംഘടിതമായിട്ട് ഫറള് നമസ്കാരം നടക്കണം. ഫറളായ നോമ്പ് സംഘടിതമായിട്ട് ഒരേ സമയത്ത് ലോകം മുഴുവൻ വിശ്വാസികളും ഒരേ സമയത്ത് സംഘടിതമായി നിർവഹിക്കണം. സംഘടിതമായ ഹജ്ജ് ഒരു പ്രത്യേക സമയത്ത് നിർബന്ധമായിട്ട് നിർവഹിക്കണം. ഫറളായ സക്കാത്ത് സംഘടിതമായി തന്നെ നിർവഹിക്കണം, സുന്നത്തിന് വേണ്ട. അതിൽ ആർക്കാ തർക്കമുള്ളേ? അപ്പൊ അതുകൊണ്ട് ഈ വാദമുഖങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അതുകൊണ്ടാണ് ഇവിടെ സംഘടിത സക്കാത്ത് അനാവശ്യമാണെന്ന് പോലും പറയുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അതിനെല്ലാം ആ അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഫറളായ എല്ലാ ഇബാദത്തും ഇസ്ലാം സംഘടിതമായി മാത്രമേ നടത്താൻ അനുവദിക്കുന്നുള്ളൂ എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടാൽ ഇതിൽ സംശയമൊന്നും ഉണ്ടാവില്ല.